കോട്ടയം ജില്ലയിൽ 6 സീറ്റുകൾ ജയിക്കുമെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. നിലവിലെ 5 സീറ്റുകൾക്ക് പുറമെ പാല പിടിച്ചെടുക്കും എന്നാണ് അവരുടെ LDF-ന്റെ ഒരു കണക്കുകൂട്ടൽ. 6000 മുതൽ 8000 വോട്ടിന്റെ വരെ ഭൂരിപക്ഷത്തിൽ പാലായിൽ ജോസ് കെ മാണി ജയിക്കും എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന് ലഭിച്ച ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അത്രയ്ക്ക് ഉണ്ടാകില്ല, അത് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്നാണ് അവിടുത്തെ ഒരു കണക്കുകൂട്ടൽ. നോക്കാം എന്തായിരിക്കും കോട്ടയത്തെ ഒരു കണക്കുകൂട്ടൽ എന്നുള്ളത്. ജോസി ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. ജോസി, ഇപ്പോൾ മറ്റ് ജില്ലകളുടെ കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്ന സമയത്ത് മറ്റ് ജില്ലയിൽ ചില സീറ്റുകൾ കഴിഞ്ഞ തവണ കിട്ടി അത്ര കിട്ടില്ല, ചില സീറ്റുകൾ പോകും എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത്. പക്ഷേ CPM-നെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ചിടത്തോളം 5-ൽ നിന്ന് 6 ആക്കും എന്നാണ് അവർ പറയുന്നത്. മധ്യ കേരളത്തിൽ UDF ആണെങ്കിൽ തൂത്തുവാരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അവിടെ 5 സീറ്റ് എന്നുള്ളത് 6 ആക്കും എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് അവരുടെ കോൺഫിഡൻസ് ആണോ ഓവർ കോൺഫിഡൻസ് ആണോ? മഹേഷ്, ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പരിശോധിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയ ശേഷമാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് പാർട്ടി ജില്ലാ നേതൃത്വം എത്തിയിരിക്കുന്നത്. നിലവിലുള്ള 5 സീറ്റുകൾക്ക് പുറമെ പാലാ സീറ്റ് പിടിച്ചെടുക്കും. ജോസ് കെ മാണി പാലായിൽ വിജയിക്കുമെന്നതാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. 6000 മുതൽ 8000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജോസ് കെ മാണി വിജയിക്കുമെന്ന CPM കണക്ക് കൂട്ടുന്നു. ഷോൺ ജോർജ് മത്സര രംഗത്തെത്തിയതോടുകൂടി ത്രികോണ മത്സരം നടന്നുവെന്നും അത് CPM-നും ഇടതുപക്ഷത്തിനും അനുകൂലമായി എന്നതുമാണ് CPM വിലയിരുത്തുന്നത്. കൂടാതെ മന്ത്രി VN വാസവൻ മത്സരിച്ച ഏറ്റുമാനൂരിലടക്കം ശക്തമായ മത്സരം നടന്നിട്ടുണ്ട് എങ്കിലും VN വാസവൻ വിജയിച്ചു കയറും. കടുത്തുരുത്തിയിലടക്കമുള്ള മണ്ഡലങ്ങളിലും ശക്തമായ മത്സരമുണ്ട്. ആവശ്യമെങ്കിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ കടുത്തുരുത്തി മണ്ഡലത്തിൽ വിജയ സാധ്യതയുണ്ട് എന്നും പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പാർട്ടിയുടെ വിലയിരുത്തൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ചാണ്ടി ഉമ്മന് ലഭിച്ച ഭൂരിപക്ഷം ലഭിക്കില്ല എന്നുള്ളതാണ്. ചാണ്ടി ഉമ്മന് കഴിഞ്ഞ തവണ ബൈ ഇലക്ഷന് 35,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. അത് 20,000-ൽ താഴേക്ക് എത്തുമെന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. മഹേഷ്, ചാണ്ടി ഉമ്മന്റെ സൈക്കിൾ സവാരി, സൈക്കിളിലൂടെയുള്ള പ്രചാരണം ഒന്നും വോട്ടാകില്ല എന്നാണോ CPM-ന്റെ കണക്കുകൂട്ടൽ? മാത്രമല്ല കോട്ടയത്ത് നമുക്കറിയാം, കോട്ടയത്ത് തന്നെ ഇപ്പൊ ഏറ്റുമാനൂരും അതുപോലെ തന്നെ വൈക്കത്തും ഒക്കെ ശക്തമായ മത്സരം നടന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ എവിടെയാണ് CPM കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ഇടങ്ങൾ എവിടേക്കാണ്? മഹേഷ്, വ്യത്യസ്തമായ പ്രചാരണത്തിലൂടെ ചാണ്ടി ഉമ്മന്റെ പ്രചാരണം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് സൈക്കിൾ സവാരി അടക്കം നടത്തിയ മണ്ഡലത്തിലും സംസ്ഥാനത്ത് ഉടനീളം പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ KPCC പ്രസിഡന്റിന് പോലും എത്തി അത്രയും കൂടുതൽ സമയം മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്തത്ര ശക്തമായ മത്സരമായിരുന്നു അവർ നേരിട്ടിരുന്നത്. പക്ഷേ നേരെ മറിച്ച് ചാണ്ടി ഉമ്മന് കുറച്ചുകൂടി എളുപ്പമായിരുന്നു കാര്യങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന വിധമായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രചാരണം. കാരണം മണ്ഡലത്തിൽ പൂർണ്ണ സമയം ചാണ്ടി ഉമ്മൻ പ്രചാരണ രംഗത്തില്ലായിരുന്നു. സംസ്ഥാനത്തുടനീളം പ്രചാരണത്തിന് പങ്കെടുക്കുകയും ചെയ്തു. പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഒഴിവാക്കി, കൊട്ടിക്കലാശവും ഒഴിവാക്കി വളരെ ആത്മവിശ്വാസത്തോടെയാണ് ചാണ്ടി ഉമ്മൻ മുന്നോട്ട് പോകുന്നത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ വോട്ടിനെ അപേക്ഷിച്ച് കുറെ വോട്ടുകൾ കുറവായിട്ടുണ്ട്, ആളുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അത് ആനുപാതികമായി കുറയുമെന്നല്ലാതെ തനിക്ക് ഭൂരിപക്ഷത്തിൽ വലിയ കിടിവുണ്ടാവില്ല എന്നതാണ് ചാണ്ടി ഉമ്മൻ നേരത്തെ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. എന്തായാലും കോട്ടയം മണ്ഡലത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ മത്സരിക്കുന്നത്. അവിടെ ശക്തമായ മത്സരം നടന്നിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു വിജയ സാധ്യത CPM കാണുന്നില്ല. നേരെ മറിച്ച് ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് മത്സരിക്കാനെത്തി. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ആയിരുന്നു മന്ത്രി VN വാസവന്റെ എതിരാളി. കൈപ്പത്ത് ചിഹ്നത്തിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു സ്ഥാനാർത്ഥി അവിടെ വന്നതിന്റെ ഒരു ആവേശം UDF ക്യാമ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും VN വാസവന്റെ ജനകീയതയെ മറികടക്കാനുള്ള തരത്തിലുള്ള വോട്ടുകൾ നാട്ടകം സുരേഷ് പിടിക്കില്ല എന്നുള്ളതാണ് CPM-ന്റെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ CPI-ക്ക് ജില്ലയിൽ മത്സരിച്ച് വിജയിക്കുന്ന മണ്ഡലം, കാലങ്ങളായി വിജയിക്കുന്ന മണ്ഡലമാണ് വൈക്കം. വൈക്കത്ത് കഴിഞ്ഞ തവണത്തെ സിറ്റിംഗ് MLA CK ആശയം മാറ്റി P പ്രദീപാണ് മത്സരിച്ചത്. അതിനിടെ പല വിവാദങ്ങളും വൈക്കത്തുണ്ടായി. കർഷകന്റെ ആത്മഹത്യ, അതോടൊപ്പം മുൻ MLA K അജിത്ത് പാർട്ടി വിട്ട് NDAയിൽ ചേർന്ന് മത്സരിച്ചു. അങ്ങനെയൊക്കെയുള്ള ചില സംഘടനാ പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്നുവെങ്കിലും കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ മറ്റ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും UDF മുന്നേറ്റം ഉണ്ടാക്കി. വലിയ തരംഗം UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ പോലും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന വൈക്കം കൈവിടില്ല എന്ന് തന്നെയാണ് CPM. അതാണ് കോട്ടയത്തെ കണക്ക്. പക്ഷെ അപ്പോഴും കോട്ടയത്ത് നമ്മൾ കാണേണ്ടത് ജോസ് കെ മാണിയുടെ പാലാ മണ്ഡലത്തിന്റെ വിധിയെഴുത്താണ്. കാരണം പാലയിൽ ഇനി ഒരിക്കൽ കൂടി കാലിടറി കഴിഞ്ഞാൽ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അത് വല്ലാതെ അങ്കലാപ്പലാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാല പിടിക്കുക എന്നുള്ളത് ജോസ് കെ മാണിയുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതിനും മുകളിൽ മാണി സി കാപ്പന്റെ ചെക്ക് ഉണ്ടാകുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്തായാലും പാലയിലാണ് തീപ്പൊരി പോരാട്ടം, അവിടെ ജയിക്കുമെന്നാണ് LDF-ന്റെ കണക്കുകൂട്ടൽ.